വള്ളികുന്നം ഗ്രാമപഞ്ചായത്തിലെ ജല ബഡ്ജറ്റ് പ്രകാശനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി രോഹിണി പ്രകാശനം നിർവഹിച്ചു. വള്ളികുന്നം ഗ്രാമപഞ്ചായത്തിലെ ജല ബഡ്ജറ്റ് പ്രകാശനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി രോഹിണി പ്രകാശനം നിർവഹിച്ചു. ഈ രാജ്യത്ത് തന്നെ ജല ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ്. നമ്മുടെ കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ബജറ്റ് കേരളത്തിന് വേണ്ടി ജല ബജറ്റ് പ്രകാശനം ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളും ജല ബജറ്റ് പ്രകാശനം ചെയ്യണം എന്ന നിർദ്ദേശം താഴേക്ക് തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹരിത കേരള മിഷൻ അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ട് നമ്മുടെ പഞ്ചായത്ത് ഇന്ന് നമ്മുടെ പഞ്ചായത്തിൻ്റെ ജല ബജറ്റ് പ്രകാശനം ചെയ്യുകയാണ്. പ്രസിഡന്റ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ അവതരിപ്പിച്ചു, അല്ലെങ്കിൽ ജനുവരി മാസത്തിൽ പ്രപ്പോസൽ കൊടുത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗീകരിച്ചിട്ട് മാർച്ച് മാസത്തിന് മുന്നോടിയായിട്ട് നമ്മളത് അംഗീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സാമ്പത്തിക വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ നമ്മൾ നിർവഹിച്ചു പോകുന്നത്. അതിന് സമാനമായ രീതിയിൽ പഞ്ചായത്തുകൾ അങ്ങനെ ബജറ്റ് പണ്ട് തയ്യാറാക്കിക്കൊണ്ടിരുന്നതെന്ന് ഇവിടെ കുറച്ച് പേർക്കെങ്കിലും അറിയാൻ പറ്റും, സീനിയറായിട്ടുള്ള ജനപ്രതിനിധികൾക്ക് അല്ലേ. 94 മുൻപ് പഞ്ചായത്തുകളുടെ വാർഷിക അല്ലെങ്കിൽ 95 പുതിയ അന്നത്തെ ഭരണസമിതി വരുന്നതിന് മുൻപ് വരെ ബജറ്റ് തയ്യാറാക്കിയിരുന്നത് അയഥാർത്ഥ്യമായ ബജറ്റായിരുന്നു. കാരണം കോടിക്കണക്കിന് രൂപ വരവുണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കും, കോടിക്കണക്കിന് രൂപ ചെലവുണ്ടെന്ന് സങ്കല്പിക്കും. അത് തമ്മിലുള്ള അന്തരം 5%-ലധികം തുക മിച്ചം കാണിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അന്ന് അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്ന് ഏറെക്കുറെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള കോടിക്കണക്കിന് രൂപ വരവും ചെലവുമുള്ള പ്രാദേശിക സർക്കാരുകളായി നമ്മുടെ പഞ്ചായത്തുകൾ മാറി. അധികാര വികേന്ദ്രീകരണത്തെയും വികേന്ദ്രീകൃത ആസൂത്രണത്തെയും തുടർന്ന് കഴിഞ്ഞ 27 വർഷക്കാലം കൊണ്ട് നമ്മുടെ പഞ്ചായത്തുകൾ അത്തരത്തിൽ പ്രാദേശിക സർക്കാരുകളായി രൂപപ്പെട്ടു. ബഡ്ജറ്റ് എന്ന് പറയുന്ന ആ വാക്കിനെ എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം, വരവ് ചെലവ് കണക്കുകളാണ് നമ്മുടെ മനസ്സിൽ വരിക. നമ്മൾ ജല ബഡ്ജറ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം വരുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ ആലോചിക്കുക. അതായത് ജലം വരെ വളരെ സൂക്ഷ്മതയോടെ, വളരെ വരവ് ചെലവ് കണക്കുകൾ എന്ന പോലെ തന്നെ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുന്ന ഒന്നാണ്. വർഷങ്ങൾക്ക് മുമ്പ് വൈസ് പ്രസിഡന്റ് മോഹൻകുമാർ അധ്യക്ഷനായി. സെക്രട്ടറി ശ്രീദേവി ആർ സ്വാഗതം പറഞ്ഞു. ഹരിത കേരളം ജില്ലാ കോർഡിനേറ്റർ കെ എസ് രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി. മുൻ പ്രസിഡന്റ് ബിജി പ്രസാദ്, രാഹുൽ കൃഷ്ണൻ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി. ജയകൃഷ്ണൻ നന്ദി പറഞ്ഞു. CDNet ന്യൂസ് മാവേലിക്കര.